പഞ്ചരത്നങ്ങളെ കണ്ടെത്തുവാൻ സാധിക്കുമോ നമ്മുടെ അമൃതയ്ക്ക്? അതേ കൂട്ടുകാരെ, മിക്കവാറും സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം, അല്ലേ കൂട്ടുകാരെ? എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചരത്നത്തിലേക്ക് നമ്മുടെ അമൃത തിരികെ വരുമ്പോൾ നമ്മുടെ അനഘ അവിടെ ചേച്ചിക്ക് വേണ്ടി എഴുതിയ ഒരു കത്ത് കാണുകയും നമ്മുടെ അമൃത അത് വളരെ നെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂടി തന്നെ അത് വായിക്കുകയും അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ ഒരു രംഗങ്ങളാണ് നമുക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അവിടെ അനിയത്തിമാരാണെങ്കിൽ നടന്ന് തളർന്ന് ആകപ്പാടെ ഒരു പരിവായി. ഇപ്പം നമ്മുടെ അനഘ ഇങ്ങനെ പറയുന്നുണ്ട്, അനിയത്തിമാരിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ടെന്ന്. ഇപ്പോഴേ തളർന്നാൽ എങ്ങനെ, ഇപ്പം നമ്മുടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അവരെ എന്താ പറയുക ധൈര്യപ്പെടുത്തി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പുറത്ത് നമ്മുടെ അഭിമന്യുവിൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മുടെ അമ്മയുടെ ആ ഒരു കള്ളത്തരം കയ്യോടുകൂടി നമ്മുടെ മക്കള് പിടികൂടി എന്ന് തന്നെ പറയാം. നമ്മുടെ അമ്മ പറഞ്ഞിരുന്നത് 15 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ്, ഇത്ര നാളായിട്ട് ഞങ്ങൾ തമ്മിൽ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നായിരുന്നു. അപ്പോൾ നമ്മുടെ മോള് ചോദിക്കുന്നുണ്ട്, നമ്മുടെ അഭിമന്യുവിൻ്റെ അനിയത്തി നമ്മുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, 15 കൊല്ലങ്ങൾക്ക് ശേഷവും അമ്മയുടെ ഫോണിലേക്ക് വിളിക്കാൻ അമ്മയുടെ നമ്പർ അവർക്ക് എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിമന്യു പറയുന്നുണ്ട് കേട്ടോ, ഇത്ര നാൾ ഞങ്ങളോടൊക്കെ അമ്മ കള്ളം പറയുകയായിരുന്നല്ലേ, ഞങ്ങളൊക്കെ ചതിക്കുമായിരുന്നല്ലേ അമ്മ എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നൊരു രംഗമാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും വളരെയേറെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു രംഗം തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ അഭിമന്യുവിൻ്റെ വീട്ടിൽ. ഇപ്പോഴത്താണെങ്കിൽ നമ്മുടെ അമൃത പഞ്ചരത്നങ്ങളെ കണ്ടെത്തുവാൻ അമൃതയ്ക്ക് സാധിക്കുമോ? നമ്മുടെ അഭിമന്യു നമ്മുടെ അമൃതയുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ അഭിമന്യുവും കൂടെ നമ്മുടെ അമൃതയുടെ കൂടി ഇവരെ കണ്ടെത്തുവാൻ സഹായിക്കുമോ നമ്മുടെ പഞ്ചരത്നങ്ങൾ? ഇനി അല്ലെങ്കിൽ നമ്മുടെ കലാവതി ബാലുവിൻ്റെ കയ്യിൽ ഇവർ അകപ്പെടുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെ. അപ്പോൾ എന്തായാലും മറക്കാതെ കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.